ഹലോ, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ ഫ്രെയിംസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്താണ് ഫ്രെയിംസ്, എങ്ങനെയാണ് ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലേ. ഇനി ഒരു ടോപ്പിക്കാണ് ടാർഗറ്റിംഗ് ഫ്രെയിംസ്. അതായത് ഇപ്പോൾ നമ്മളൊരു വെബ് പേജിൽ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ലിങ്കുകളൊക്കെ ആയിട്ട് ഓരോരോ ഫ്രെയിമുകളിലേക്ക് പോകാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട് ടു ഇല്ലസ്ട്രേറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ടാർഗറ്റിംഗ് ഫ്രെയിംസ്. ഇവിടെ ഫിഗർ 5.21 നോക്കുക. അതിൽ ഒരു ഫ്രെയിമായിട്ട് നമ്മുടെ വെബ് പേജിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോളം വൈസായിട്ട് 2 ഫ്രെയിമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ലെഫ്റ്റ് ഫ്രെയിം, അത് സെലക്ട് ദ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ലിങ്കുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ബയോഗ്രഫി, പോയിട്രി, ഫിക്ഷൻ. അതുപോലെ റൈറ്റ് സൈഡിലുള്ള ഫ്രെയിമിൽ ഓരോ ബയോഗ്രഫി അല്ലെങ്കിൽ പോയിട്രി, ഫിക്ഷനൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് റൈറ്റ് സൈഡിൽ ഓരോ അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ള വെബ് പേജുകൾ കാണുന്നത്. ഇപ്പോൾ ബയോഗ്രഫി ലിങ്ക് നമ്മൾ ലെഫ്റ്റിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റിൽ ലിസ്റ്റ് ഓഫ് ബയോഗ്രഫീസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതുപോലെ പോയട്രി ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ പോയട്രിയുടെ പേജ് റൈറ്റിൽ വരും. ഫിക്ഷൻ ആണെങ്കിൽ ഫിക്ഷൻ്റെ പേജ് ആയിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ ഹൈപ്പർ ലിങ്ക്സ് വെച്ചിട്ട് എങ്ങനെ ഓരോ ഫ്രെയിമുകളെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഇവിടെ 2 ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഓരോ ഫ്രെയിമുകളിലും വരുന്ന വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 പേജസ് വേണം. അപ്പോൾ ഫസ്റ്റത്തെ ആ കോഡ് നോക്കുക. അത് main.html എന്ന് പറയുന്ന HTML പ്രോഗ്രാമാണ്. ആ ഒരു main.html എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് നമ്മൾ സെലക്ട് ദ ഓപ്ഷൻ, ബയോഗ്രഫി, പോയട്രി, ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. അത് നമ്മൾ വേറെ ഫയലായിട്ട് വേണം സേവ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം main.html ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫ്രെയിമല്ല, പേജ്. ഫ്രെയിം അടുത്തതിലാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു പേജ്, ജസ്റ്റ് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാണ്. അത് HTML, ഹെഡ്, ടൈറ്റിൽ ലെഫ്റ്റ് ഫ്രെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ഇനി ബോഡിയിൽ BG കളർ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിൻ്റെ കളറും കൊടുത്തിട്ടുണ്ട്. ഇനി H2ൽ സെലക്ട് ദ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തു, H2 ക്ലോസ് ചെയ്തു. ഫോണ്ട് സൈസ് 5 വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന അതിലുള്ള ടെക്സ്റ്റുകളൊക്കെ ഫോണ്ട് സൈസ് 5 ആയിട്ടായിരിക്കും കാണിക്കുക. ഇനി അതിൻ്റെ താഴെ 3 ലിങ്കുകളുണ്ട് അല്ലേ. ലിങ്ക് ക്രിയേറ്റ് ചെയ്യാണ്. എ ടാഗിൽ href bio.html എന്ന് കൊടുത്തു. ഹൈപ്പർ റെഫറൻസ് ആണ് കേട്ടോ. ബയോഗ്രഫി ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് ആ സോഴ്സാണ് bio.html. അപ്പോൾ href bio.html കൊടുത്തു. ടാർഗറ്റ് റൈറ്റ് ഫ്രെയിം എന്ന് കൊടുത്തു. റൈറ്റിലത്തെ ആ ഒരു ഫ്രെയിമിൻ്റെ പേര് ടാർഗറ്റിൽ റൈറ്റ് ഫ്രെയിം എന്ന് കൊടുത്തു. എന്നിട്ട് ബയോഗ്രഫി ലിങ്ക് നെയിം കൊടുത്തു. എ ടാഗ് ക്ലോസ് ചെയ്തു, BR വെച്ചു. ഇനി അടുത്ത ലിങ്ക് എയിൽ href poem.html, ടാർഗറ്റ് റൈറ്റ് ഫ്രെയിം എന്ന് വെച്ചു. പോയട്രി എന്ന് ലിങ്ക് നെയിം കൊടുത്തു, എ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് BR വെച്ചു. ഇനി നെക്സ്റ്റ് ലിങ്കാണ് എ ടാഗ് href fiction.html, ടാർഗറ്റ് റൈറ്റ് ഫ്രെയിം, അതുപോലെ ലിങ്ക് നെയിം കൊടുത്തു ഫിക്ഷൻ. എന്നിട്ട് എ ടാഗ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഫോണ്ടും ക്ലോസ് ചെയ്ത്, ബോഡി ക്ലോസ് ചെയ്ത്, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വെബ് പേജ് സെലക്ട് ദ ഓപ്ഷൻ എന്നുള്ള ഹെഡിങ്ങോട് കൂടി 3 ലിങ്കുകളായിട്ടുള്ളൊരു ജസ്റ്റ് ഒരു വെബ് പേജ് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിന് ലെഫ്റ്റ് ഫ്രെയിം എന്നുള്ള ഒരു അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ 3 ലിങ്കുകൾക്കും അതത് വെബ് പേജുകൾ ഓപ്പൺ ചെയ്ത് തരാനുള്ളത് bio.html എന്നും poem.html എന്നും fiction.html എന്നും. അതായത് ബയോഗ്രഫി ക്ലിക്ക് ചെയ്താൽ bio.html എന്ന് പറയുന്ന പേജ് കാണിക്കും. പോയട്രി ക്ലിക്ക് ചെയ്താൽ poem.html എന്ന് പറയുന്ന പേജ് കാണിക്കും. ഫിക്ഷൻ ക്ലിക്ക് ചെയ്താൽ fiction.html എന്ന് പറയുന്ന പേജ് കാണിക്കും. ഇവിടെ എല്ലാതും ടാർഗറ്റ് ചെയ്യുന്നത് റൈറ്റ് ഫ്രെയിമിലേക്കാണ്. അതായത് ബയോഗ്രഫി ക്ലിക്ക് ചെയ്താൽ റൈറ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് അവിടെ ആയിരിക്കും bio.html കാണിക്കുക. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് റൈറ്റ് സൈഡിലുള്ള ആളെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ HTML എഴുതി, ഹെഡ് എഴുതി, ടൈറ്റിൽ ടാർഗറ്റിംഗ് ഫ്രെയിംസ് ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ഇതിൽ ബോഡിയൊന്നുമില്ല, നമ്മളിവിടെ ഫ്രെയിം സെറ്റും ഫ്രെയിമുകളാണ് എഴുതുന്നത്. അപ്പോൾ അതിൽ ഫ്രെയിം സെറ്റ് കോൾസ് = 200 സ്റ്റാർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്താ, ഫ്രെയിം സെറ്റാണ്. അതായത് നമ്മൾ ആ ഒരു വെബ് പേജിനെ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജിനെ ഫ്രെയിം ആക്കാൻ പോവാണ്. അപ്പോൾ ഫ്രെയിം സെറ്റിൽ കോൾസ് = 200 സ്റ്റാർ എന്ന് കൊടുത്താൽ
2 കോളം സൈഡായിട്ടായിരിക്കും നമ്മൾ ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ. 2 ഫ്രെയിമല്ലേ ഉള്ളൂ, രണ്ടും കോളം രൂപത്തിലാണ്. അപ്പോൾ കോൾസ് ഈക്വൽ ടു 200 സ്റ്റാർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 200 സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ, 200 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ കോളത്തിൻ്റെ അത്രയും പോർഷൻ ഡിവൈഡ് ചെയ്യുന്ന പോർഷൻ. നെക്സ്റ്റ് സ്റ്റാർ എന്ന് എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ അവിടെ റൈറ്റ് സൈഡിലുള്ള ഫ്രെയിമിന് കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ 200, 800 അങ്ങനെയൊക്കെ എഴുതാം. പക്ഷേ നമുക്ക് ഇൻ കേസ് രണ്ടും കാൽക്കുലേഷൻ നോക്കേണ്ട ഇതില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്രെയിമിൻ്റെ മാത്രം വാല്യൂ എത്രത്തോളം ഡിവൈഡ് ചെയ്ത് അവിടെ കൊടുക്കണം എന്നുള്ളത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് സ്റ്റാർ എന്നിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പോർഷൻസും സെക്കൻഡ് ഫ്രെയിമിലേക്ക് പൊക്കോളും. അതിനാണ് സ്റ്റാർ അവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ 2 കോളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി അതിൻ്റെ ഉള്ള ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ഫ്രെയിം ടാഗ് ഓപ്പൺ ചെയ്തിട്ട് SRC ഈക്വൽ ടു main.html നെയിം ഈക്വൽ ടു ലെഫ്റ്റ് ഫ്രെയിം എഴുതി. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രെയിം എന്താണ് അവിടെ കാണിച്ചിരിക്കണേ, main.html ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത main.html എന്ന് പറയുന്ന സെലക്ട് ഓപ്ഷൻ, ബയോഗ്രഫി, പോയട്രി, ഫിക്ഷനൊക്കെ വരുന്ന ആ ഒരു പേജിനെ നമ്മൾ ലെഫ്റ്റ് ഫ്രെയിമായിട്ട് വെച്ചു. അതിനൊരു പേരും വെച്ചു, ലെഫ്റ്റ് ഫ്രെയിം. ഇനി റൈറ്റ് സൈഡിലുള്ളതിനെ ഫ്രെയിം നെയിം ഈക്വൽ ടു റൈറ്റ് ഫ്രെയിം എന്ന് മാത്രം വെച്ചു. കാരണം അവിടെ റൈറ്റ് ഫ്രെയിമിൻ്റെ പേര് മാത്രം എന്താണെന്ന് കൊടുത്തിട്ടുള്ളൂ. അതിലെന്താ കണ്ടൻറ്റ് വരേണ്ടത് എന്നുള്ളത് main.html നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. HRFൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും ഫിഗർ 5.21 കാണുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ ഫ്രെയിം വരിക. ഇനി ഇവിടെ ഒരു കാര്യം കാണിക്കേണ്ടത്, ആദ്യം നമ്മൾ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഫ്രെയിം മാത്രമേ അവിടെ ഡിസ്പ്ലേ ചെയ്യുള്ളൂ, റൈറ്റ് ഫ്രെയിം വരില്ല. കാരണം റൈറ്റ് ഫ്രെയിം അവിടെ ഉണ്ട്, കണ്ടൻറ്റ് ഒന്നും വരില്ല. എപ്പോഴാണോ നമ്മൾ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യണേ, ബയോഗ്രഫി അല്ലെങ്കിൽ പോയട്രി അല്ലെങ്കിൽ ഫിക്ഷൻ ക്ലിക്ക് ചെയ്യണേ, അപ്പോഴാണ് അതിൻ്റെ പേജുകൾ റൈറ്റിൽ കാണിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ റൈറ്റിൽ പേജസ് ഒന്നും കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രെയിമുകളെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി ടാർഗറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഫ്രെയിമിന് നമ്മൾ ടാഗിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ടാർഗറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ശരിക്കും യൂസ് ചെയ്യണത് ഫ്രെയിമുകളെ സ്പെസിഫൈ ചെയ്യാനാണ്. ഏത് ഫ്രെയിമാണെന്നുള്ളതിൻ്റെ പേര് സ്പെസിഫൈ ചെയ്യാനാണ് ആയിട്ടാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്സ്. നെസ്റ്റിംഗ് എന്താണെന്ന് നമുക്കറിയാം. നെസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന് അല്ലേ, ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ വേറൊന്നിരിക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ നെസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ഫ്രെയിം സെറ്റിൻ്റെ ഉള്ളിൽ വേറൊരു ഫ്രെയിം സെറ്റ്, അതിനെയാണ് നമ്മൾ നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ് എന്ന് പറയുക. ഇവിടെ ഫിഗർ 5.22 നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റിൻ്റെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഒരു ഫ്രെയിം 2 ഫ്രെയിമുകളെ റോ വൈസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്രെയിം 1ഉം 2 ഫ്രെയിം 2, ഫ്രെയിം 3 വരുന്ന ആ ഒരു ഫ്രെയിം റോ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ ഫ്രെയിമുകളെ വീണ്ടും കോളം വൈസ് ഡിവൈഡ് ചെയ്തിട്ട് ഫ്രെയിം സെറ്റ് യൂസ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? ആദ്യം 2 റോ ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ ഫ്രെയിമിനെ കോളം വൈസ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കാം. ഒന്നാമത്തെ ക്രിയേറ്റ് ദ ഇനീഷ്യൽ ഫ്രെയിം സെറ്റ് ഡിഫൈനിങ് 2 rows as shown below. ഇത് ആദ്യം 2 ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്യാണ് റോ വൈസായിട്ട്. അപ്പോൾ നമ്മൾ ഫ്രെയിം സെറ്റ് റോസ് ഈക്വൽ ടു 85 സ്റ്റാർ എന്ന് എഴുതി. അപ്പോൾ ഫസ്റ്റത്തെ റോ 85 പോർഷനും ബാക്കിയുള്ളത് സെക്കൻഡ് ഫ്രെയിമുമായിട്ട് റോ വൈസായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഫ്രെയിം SRC ഈക്വൽ ടു സാമ്പിൾ ഫ്രെയിം 1.html. ഫസ്റ്റത്തെ ഫ്രെയിം മാത്രം നമ്മൾ അവിടെ ഒരു വെബ് പേജിനെ കൊടുത്തു. ഫസ്റ്റത്തെ ഫ്രെയിം എന്ന് പറയുന്നത് ഫ്രെയിം 1 എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിമിൽ മാത്രം സാമ്പിൾ ഫ്രെയിം 1.html എന്ന് പറയുന്ന വെബ് പേജിനെ കൊണ്ടുവരികയാണ്. ബാക്കിയുള്ളത് രണ്ടാമത്തെ ഫ്രെയിമിനെ നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി രണ്ടാമത്തെ നോക്കുക. നമുക്കിനി സെക്കൻഡിനെ സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ, സെക്കൻഡ് ഫ്രെയിമിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ഫ്രെയിം സെറ്റ് വിളിക്കുകയാണ്. ഫ്രെയിം സെറ്റ് റോസ് ഈക്വൽ ടു അതിൽ തന്നെ മോഡിഫൈ ചെയ്യാണ് കേട്ടോ. ഫ്രെയിം സെറ്റ് റോസ് ഈക്വൽ ടു 85 സ്റ്റാർ.
അതിൽ ഫസ്റ്റ് ഫ്രെയിമിന് നമ്മൾ വെബ് പേജ് കൊടുത്തു, ഫ്രെയിം SRC ഈക്വൽ ടു സാമ്പിൾ ഫ്രെയിം 1.html. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിം സാമ്പിൾ ഫ്രെയിം 1.html ആയി. ഇനി രണ്ടാമത്തേൽ നമ്മൾ വീണ്ടും ഫ്രെയിം സെറ്റ് വിളിച്ചിരിക്കുകയാണ്. ഫ്രെയിം സെറ്റ് കോൾസ് ഈക്വൽ ടു 220, സ്റ്റാർ. അപ്പോൾ രണ്ടാമത്തെ ഫ്രെയിം സെറ്റ് നമ്മൾ കോളം വൈസ് ഡിവൈഡ് ചെയ്തു. അതിൽ ആദ്യത്തെ പോർഷൻ 220 എന്ന് പറയുന്ന പോർഷനും ബാക്കിയുള്ളത് അടുത്ത ഫ്രെയിമുമായിട്ട് വന്നു. എന്നിട്ട് ഫ്രെയിം സെറ്റുകളെ ക്ലോസ് ചെയ്തു. ആദ്യം ഇന്നർ ഫ്രെയിം സെറ്റിനെ ക്ലോസ് ചെയ്തു, എന്നിട്ട് ഔട്ടർ ഫ്രെയിം സെറ്റിനെയും ക്ലോസ് ചെയ്തു. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം തന്നിട്ടുണ്ട്, ഫിഗർ 5.23. അത് നോക്കുക. ഇതിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ടു ഇംപ്ലിമെൻറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് നെസ്റ്റഡ് ഫ്രെയിം സെറ്റ്. അപ്പം ആദ്യം HTML ഹെഡ്, ടൈറ്റിൽ, നെസ്റ്റിംഗ് ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ് കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഫ്രെയിം സെറ്റുകളാണ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബോഡി വേണ്ട. അതിൽ നമ്മൾ ഫ്രെയിം സെറ്റ് റോസ് ഈക്വൽ ടു 85 സ്റ്റാറിന് എഴുതി. അപ്പോൾ റോസ് ഈക്വൽ ടു 85 സ്റ്റാറിന് എഴുതിയാൽ ഫസ്റ്റ് ഫ്രെയിം ഹിയർ എന്ന് പറയുന്ന ആ യെല്ലോ കളറിലുള്ളതും അതിന് താഴെയുള്ള റോ മൊത്തം, സെക്കൻഡ് ഫ്രെയിം തേർഡ് ഫ്രെയിം എഴുതിയത് മൊത്തം, അങ്ങനെ 2 റോ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റത്തെ ഫ്രെയിം സെറ്റിൽ. അതിൽ ഫസ്റ്റത്തെ ഫ്രെയിമായിട്ട് നമ്മൾ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം SRC ഈക്വൽ ടു സാമ്പിൾ ഫ്രെയിം 1.html. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിം ഹിയർ എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ള സോഴ്സ് എന്ന് പറയുന്നത് സാമ്പിൾ ഫ്രെയിം 1.html ആണ്. ഇനി താഴെയുള്ള റോനെ നെസ്റ്റഡ് ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. കോളംസ് ആയിട്ട് വീണ്ടും ഫ്രെയിം ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ താഴെ ഫ്രെയിം സെറ്റ് കോൾസ് ഈക്വൽ ടു 200 സ്റ്റാർ. അപ്പോൾ കോളംസ് ആയിട്ട് 200ഉം റിമൈനിങ് പാർട്സുമായിട്ട് 2 എണ്ണമായിട്ട് അവിടെ ഡിവൈഡ് ചെയ്തു. ഇനി അതിൽ 2 എണ്ണത്തിലും ഫ്രെയിം സെറ്റ് ചെയ്യാണ്. ഫ്രെയിം SRC ഈക്വൽ ടു സാമ്പിൾ ഫ്രെയിം 2.html. അടുത്തത് ഫ്രെയിം SRC ഈക്വൽ ടു സാമ്പിൾ ഫ്രെയിം 3.html. ഈ ഫ്രെയിമിൽ SRC എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള വെബ് പേജ് കണ്ടൻറ്റാണ് കേട്ടോ. വെബ് പേജിൻ്റെ പേരാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഉള്ളിലുള്ള ഇന്നർ ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്തു, ഔട്ടർ ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ടാഗാണ് നോ ഫ്രെയിംസ് ടാഗ്. നോ ഫ്രെയിംസ് ടാഗ് യൂസ് ചെയ്യണത് നമ്മൾ ഫ്രെയിം സെറ്റ് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഫ്രെയിം സെറ്റിലെ ഫ്രെയിംസൊക്കെ നമ്മൾ കൊടുത്തിട്ട് കോഡ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ചില ബ്രൗസറിൽ ഈ ഫ്രെയിം സെറ്റ് സപ്പോർട്ട് ചെയ്യാതെ വരും. അങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അത് കൊടുക്കാനാണ് നോ ഫ്രെയിംസ് ടാഗ് യൂസ് ചെയ്യണത്. The tag pair no frames and closing no frames is used to display some text content in the window if the browser is unable to support frames. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഫ്രെയിം സെറ്റിന് താഴെ നോ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് കണ്ടൻറ്റ് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ താഴെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. HTML ഹെഡ്, ടൈറ്റിൽ, സിമ്പിൾ ഫ്രെയിം സെറ്റ്, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഫ്രെയിം സെറ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ 3 ഫ്രെയിംസ് എഴുതിയിട്ടുണ്ട്, റോസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നോ ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് P ടാഗിൽ കുറച്ച് കണ്ടൻറ്റ് എഴുതിയിട്ടുണ്ട്. നോ ഫ്രെയിംസ് ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, HTML ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഫ്രെയിം സെറ്റും ഉണ്ട്, നോ ഫ്രെയിംസും ഉണ്ട്. അപ്പോൾ ഇൻ കേസ് ഫ്രെയിം സെറ്റായിട്ട് റോസ് ആയിട്ട് അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വെബ് പേജ് എന്നുണ്ടെങ്കിൽ നോ ഫ്രെയിമിലുള്ള കണ്ടൻറ്റ് വരില്ല. ഇൻ കേസ് നമ്മുടെ ബ്രൗസർ ഈ ഫ്രെയിം സെറ്റിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നോ ഫ്രെയിംസ് അവിടെ, അല്ലെങ്കിൽ നോ ഫ്രെയിംസിൽ എഴുതിയിട്ടുള്ള കണ്ടൻറ്റ് വെബ് പേജിൽ കാണിക്കും. അപ്പോൾ ഫ്രെയിം സെറ്റ് ഇൻ കേസ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മാത്രമേ നോ ഫ്രെയിം സെറ്റ് വർക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം നോ ഫ്രെയിം സെറ്റ് അവിടെ കാണിക്കില്ല, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് ബ്രൗസറിൽ കാണിക്കില്ല. അപ്പോൾ ഇത്രയാണ് ഫ്രെയിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫോംസ് ഇൻ വെബ് പേജസ്. ഇപ്പോൾ നമ്മൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രെയിംസ് നോക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ വെബ് പേജിലൊക്കെ ഫോമുകൾ കാണാറുണ്ട് അല്ലേ, നെയിം, യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കും, സബ്മിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡാറ്റ സെർവറിൽ പോവും, തിരിച്ചെന്താണോ റെസ്പോൺസ് അത് നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോംസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ യൂസർ ഇൻപുട്സ് അല്ലെങ്കിൽ യൂസർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫോംസ് ക്രിയേറ്റ് ചെയ്യാനും ഫോംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ടാഗുകൾ ഏതൊക്കെ, ഇൻപുട്ടുകൾ ഏതൊക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ മെയിൻലി നമുക്കൊരു വെബ് പേജിലെ ഫോംസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോം എന്ന് പറയുന്നൊരു ടാഗാണ് നമ്മൾ യൂസ് ചെയ്യാറ്.
ഇനി ഫോം ടാഗിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫോം ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. ക്ലോസിങ്ങും ഓപ്പണിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ ഫോംസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോം ടാഗ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഫോമിൽ നമ്മളുടെ ഡാറ്റാസൊക്കെ ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ബാക്ക് എൻഡ് ഒരു ലാംഗ്വേജും കൂടെ നമ്മൾ യൂസ് ചെയ്യും സെർവറിലേക്ക് നമ്മുടെ ഡാറ്റാസിനെ അയക്കാനായിട്ട്. എന്നിട്ട് എന്താണോ റെസ്പോൺസ് വരേണ്ടത് അങ്ങനെ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നു. അപ്പം ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഫോം ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് മെയിൻലി കുറച്ച് ആട്രിബ്യൂട്ട്സുകൾ ഉണ്ട്. അപ്പം അത് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 3 മെയിൻ ആട്രിബ്യൂട്ടുകളുണ്ട്: ആക്ഷൻ, മെത്തേഡ്, ടാർഗറ്റ്. അപ്പോൾ ആക്ഷൻ, മെത്തേഡ്, ടാർഗറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോം ടാഗിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട്സ് വരുന്നത്. ഇപ്പം ഓർത്ത് വയ്ക്കാൻ സിമ്പിളാണ്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് പോവേണ്ടത്, അതിൻ്റെ സോഴ്സ് പറയാനാണ്. ഇപ്പം ഏതിലേക്കാണ് നമ്മുടെ, അല്ലെങ്കിൽ ഏതൊരു സിസ്റ്റത്തിലേക്കാണ് നമ്മുടെ ഈ ഫോമിലുള്ള ഡാറ്റാസ് മുഴുവൻ പോകേണ്ടത്, അതിൻ്റെ URL സ്പെസിഫൈ ചെയ്ത് പറയാനാണ് ആക്ഷൻ ഉള്ളത്. അപ്പോൾ ആക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുന്ന URLലേക്ക് നമ്മുടെ ഫോം ഡീറ്റെയിൽസ് പോകും. നെക്സ്റ്റാണ് മെത്തേഡ്. മെത്തേഡ് എന്ന് പറയുന്നത് ഗെറ്റ് യൂസ് ചെയ്തിട്ടാണോ പോസ്റ്റ് യൂസ് ചെയ്തിട്ടാണോ നമ്മളുടെ ഫോം ഡാറ്റ പോവേണ്ടത് എന്ന് പറയാനാണ്, ഏത് മെത്തേഡാണ് വേണ്ടതെന്ന് പറയാനാണ് മെത്തേഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉള്ളത്. പിന്നെയുള്ളതാണ് ടാർഗറ്റ്. എന്തെങ്കിലും ഫ്രെയിമോ അല്ലെങ്കിൽ ടാർഗറ്റ് വിൻഡോയോ സ്പെസിഫൈ ചെയ്ത്, അതായത് നമ്മുടെ ഫോം ഡീറ്റെയിൽസ് ഏതെങ്കിലും ഫ്രെയിമോ അല്ലെങ്കിൽ ടാർഗറ്റോ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും വിൻഡോ ഒക്കെ സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ടാർഗറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ വയ്ക്കുക. ടാർഗറ്റിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന വാല്യൂസാണ് ബ്ലാങ്ക്, സെൽഫ്, പാരൻ്റ് എന്നൊക്കെ പറയുന്ന വാല്യൂസ്. ഇവിടെ ഓരോന്ന് എന്താണെന്ന് പറയുന്നുണ്ട്. ടാർഗറ്റ് ഈക്വൽ ടു അണ്ടർസ്കോർ ബ്ലാങ്ക് എന്നിത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് പുതിയൊരു ബ്രൗസർ വിൻഡോയിലായിരിക്കും ഓപ്പൺ ചെയ്ത് വരിക. അതുപോലെ അണ്ടർസ്കോർ സെൽഫാണ് കൊടുക്കുന്നതെങ്കിൽ സെയിം ഫ്രെയിമിൽ തന്നെ കാണിക്കും. അണ്ടർസ്കോർ പാരൻ്റ് കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ പാരൻ്റ് ഫ്രെയിം സെറ്റിലായിരിക്കും കാണിക്കുക. അണ്ടർസ്കോർ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ബ്രൗസർ വിൻഡോയിലായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. നെയിം എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള നെയിം വിൻഡോയിലായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഇത്രയാണ് ഫോമിൻ്റെ ആട്രിബ്യൂട്ട്സ് വരുന്നത്. ഫോം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ യൂസർ ഇൻപുട്സ് കളക്ട് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഇതിനെയാണ് നമ്മൾ ഫോം എന്ന് പറയുക. ഫോം ടാഗ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യണത്. ഫോം ഒരു കണ്ടെയ്നർ ടാഗാണ്. ഓപ്പൺ ആൻഡ് ക്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ 3 മെയിൻ ആട്രിബ്യൂട്ട്സ് ഉണ്ട്: ആക്ഷൻ, മെത്തേഡ്, ടാർഗറ്റ്.